കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 ബിന്ദുക്കളും യോജിക്കുമ്പോൾ ഒരു മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കുക. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ തെളിയിക്കേണ്ടത് ഈ 3 ബിന്ദുക്കൾ യോജിക്കുമ്പോൾ കിട്ടുന്ന 3 വരകളുണ്ടല്ലോ, ആ 3 വരകളും ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാണെന്ന് തെളിയിക്കുക. മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ പ്രത്യേകത എന്താണ്? കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് 3 വശങ്ങളുടെയും നീളം കാണുക. ആ കിട്ടുന്നതിൽ ഏറ്റവും വലിയ വശത്തിന്റെ നീളത്തിന്റെ വർഗം ചെറിയ 2 വശങ്ങളുടെയും നീളങ്ങളുടെ വർഗങ്ങൾ തമ്മിൽ കൂട്ടുന്നതിന് തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 3 വശങ്ങളുടെയും നീളം കണ്ടുപിടിക്കാം. അതിനാദ്യം നമുക്ക് ഈ 3 പോയിന്റ്സിന് ഒരു പേര് കൊടുക്കാം. എ, ബി, സി. ആദ്യം 2 ബിന്ദുക്കൾ എടുത്താണല്ലോ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം 2 ബിന്ദുക്കൾ താഴോട്ട് എഴുതുക. അതിന്റെ കോർഡിനേറ്റ്സിന് പേര് കൊടുത്ത് നമുക്ക് ആ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാം. ആദ്യം എയും ബിയും താഴോട്ട് എഴുതാം. എ 2, 1, ബി 3, 4. അടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ കോർഡിനേറ്റ്സിന് പേര് കൊടുക്കുക. ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? x1. രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് x2. വീണ്ടും ഇവിടെ y കോർഡിനേറ്റ്സിലേക്ക് വരിക. ഒന്നാമത്തെ പോയിന്റിന്റെ y കോർഡിനേറ്റ് y1, രണ്ടാമത്തെ പോയിന്റിന്റെ y കോർഡിനേറ്റ് y2. ഇവിടെ നമുക്ക് വശങ്ങളുടെ നീളം എത്രയാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ചെറിയ വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് വശങ്ങളുടെ നീളം നമ്മൾ കണ്ടുപിടിക്കേണ്ട, വശങ്ങളുടെ നീളത്തിന്റെ വർഗം കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ റൂട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ആദ്യം എ ബി സ്ക്വയർ, എ ബി അല്ല കണ്ടുപിടിക്കുന്നത്, എ ബി സ്ക്വയർ. റൂട്ട് നമ്മൾ എടുക്കുന്നില്ല. വശത്തിന്റെ യഥാർത്ഥ നീളം കണ്ടുപിടിക്കേണ്ട, അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് എടുക്കാത്തത്. എ ബി സ്ക്വയർ ഈക്വൽ ടു x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ റൂട്ട് എടുക്കുന്നില്ല. ഈക്വൽ ടു x1 എത്രയാണ്? 2. 2 മൈനസ് x2 എന്ന് പറയുന്നത് 3. 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 എന്ന് പറയുന്നത് 1. 1 മൈനസ് y2 4 ആണ്. 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് 3 എത്ര കിട്ടും? മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 4 എന്ന് പറയുന്നത് മൈനസ് 3. മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1ന്റെ സ്ക്വയർ എത്രയാ? 1 തന്നെയാണല്ലോ. 1 പ്ലസ് മൈനസ് 3യുടെ സ്ക്വയർ 9 ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയത് എ ബി സ്ക്വയർ. എ ബി സ്ക്വയർ ഈക്വൽ ടു 10 എന്ന് കിട്ടി. അടുത്ത നമുക്ക് ഇനി ബി സി എന്നുള്ള വശത്തിന്റെ നീളം കണ്ടുപിടിക്കാം. അതിന് ബി സി എന്നീ ബിന്ദുക്കൾ താഴോട്ട് എഴുതുക. ബി 3, 4, സി മൈനസ് 3, 6. ഇനി എന്താണ് ചെയ്യുന്നത്? ഇതിന്റെ കോർഡിനേറ്റ്സിന് പേര് കൊടുക്കുക. ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ വീണ്ടും 1 എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് അത് x1. രണ്ടാമത്തെ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് x2. ഇവിടെ y1. അടുത്തത് y2. ബി സിയുടെ നീളം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ബി സി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ബി സി സ്ക്വയർ ഈക്വൽ ടു x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x1 എത്രയാണ്? 3 മൈനസ് x2 മൈനസ് 3 ആണ്. അപ്പൊ വീണ്ടും ഒരു മൈനസ് വന്നു. മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 4 മൈനസ് y2 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, 2 മൈനസ് അടുത്തടുത്ത് തൊട്ട് ചേർന്ന് വന്നേക്കുന്നില്ലേ, അത് ആ 2 മൈനസോട് ചേർന്ന് പ്ലസ് ആകും. അപ്പോ 3 പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാ? മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു 3 പ്ലസ് 3 6, 6 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ഈക്വൽ ടു
36 plus 4 equal to 40. അപ്പൊ ബി സി സ്ക്വയർ എത്രയാണ് കിട്ടിയത്? 40 കിട്ടി. അതിവിടെ എഴുതാം. ബി സി സ്ക്വയർ ഈക്വൽ ടു 40. ഇനി നമുക്ക് അടുത്തത് ഏതാണ്? മൂന്നാമത്തെ വശം എ സി. എ സിയുടെ നീളം കറക്റ്റ് കണ്ടുപിടിക്കേണ്ട, എ സി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അതിന് എ സി എന്നീ പോയിന്റുകൾ താഴോട്ട് എഴുതുക. എ 2 1, സി -3 6. അടുത്തത് കോർഡിനേറ്റ്സിന് പേര് കൊടുക്കാം. x1 y1 x2 y2. വീണ്ടും നമ്മൾ പുതുതായിട്ടാണ് പേര് കൊടുക്കുന്നത്. എ സി സ്ക്വയർ ഈക്വൽ ടു x1 minus x2 whole square plus y1 minus y2 whole square equal to x1 എന്ന് പറയുന്നത് 2 ആണ്. 2 minus x2 minus 3. അപ്പൊ 2 മൈനസ് അടുത്ത് വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചോണേ. പ്ലസ് y1 എത്രയാ? 1 minus 6 whole square equal to 2. 2 മൈനസ് അടുത്ത് വന്നപ്പോ അത് പ്ലസ് 3 whole square plus 1 minus 6 എത്രയാ? minus 5 minus 5 square. 2 plus 3 എന്ന് പറയുന്നത് 5. 5 square plus 5 square equal to 25 plus 25 equal to 50. AC സ്ക്വയറിന്റെ നീളം നമുക്ക് കിട്ടിയത് 50. AC സ്ക്വയർ ഈക്വൽ ടു 50. മൂന്ന് വശങ്ങളുടെയും നീളം എണ്ണിയൊന്ന് നോക്കിക്കേ. AB സ്ക്വയർ ഈക്വൽ ടു 10, BC സ്ക്വയർ ഈക്വൽ ടു 40, AC സ്ക്വയർ ഈക്വൽ ടു 50. മട്ടത്രികോണം ആണെങ്കിൽ, റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക. നോക്കിക്കേ, ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങൾ ഇത് രണ്ടും ഇല്ലേ? എ ബി സ്ക്വയറും ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 10 പ്ലസ് 40 ഈക്വൽ ടു 50. 50 എന്ന് പറയുന്നത് ഏതിന്റെ വർഗമാണ്? മൂന്നാമത്തെ വശത്തിന്റെ വർഗമല്ലേ? ഈക്വൽ ടു എ സി സ്ക്വയർ. ഇപ്പൊ ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഈ മൂന്ന് വശങ്ങളും ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആധാര ബിന്ദു കേന്ദ്രമായി ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ഈ വൃത്തത്തിന്റെ ആരം 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ആരം 10 സെന്റിമീറ്റർ. അങ്ങനെ ഒരു വൃത്തം വരച്ചാൽ ഈ മൂന്ന് ബിന്ദുക്കൾ ഏതൊക്കെയാണ്? 6, 9, 5, 9, 6, 8. ഈ മൂന്ന് ബിന്ദുക്കളും ഈ വൃത്തത്തിലുള്ള ബിന്ദുക്കളാണോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ? ഇവിടെ ആരം 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടല്ലോ. ആധാര ബിന്ദുവും ഒന്നാമത്തെ ബിന്ദുവുമായിട്ടുള്ള ദൂരം നോക്കുക. അത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ബിന്ദു വൃത്തത്തിലാണ്. 10 സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ വൃത്തത്തിന് പുറത്താണ്. 10 സെന്റിമീറ്റർ കുറവാണെങ്കിലോ അത് വൃത്തത്തിനകത്തായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ആധാര ബിന്ദുവും ഈ ഓരോ ബിന്ദുക്കളുമായിട്ടുള്ള അകലം കണ്ടുപിടിക്കുക. അകലം കണ്ടുപിടിക്കുമ്പോൾ 10 സെന്റിമീറ്റർ ആണോ എന്ന് പരിശോധിക്കുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ബിന്ദു പരിശോധിക്കാം. ഈ ഓരോ ബിന്ദുക്കൾക്ക് നമുക്ക് പേര് കൊടുക്കാം. എ, ബി, സി. ആധാര ബിന്ദുവും ഈ ഓരോ ബിന്ദുക്കളും തമ്മിലുള്ള അകലം നമുക്ക് നോക്കാം. 10 സെന്റിമീറ്റർ കിട്ടുന്നുണ്ടോന്ന്. കേന്ദ്രം എപ്പോഴും ആധാര ബിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ഏതാണ്? 0, 0 അല്ലെ? ഇനി ഒന്നാമത്തെ ബിന്ദു എടുക്കാം. എ 6, 9. ആദ്യം ഇതിന്റെ കോർഡിനേറ്റ്സിന് സൂചക സംഖ്യകൾക്ക് നമ്മൾ പേര് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് ആധാര ബിന്ദുവാണ്. അത് എപ്പോഴും 0, 0 തന്നെയാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പേര് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതിന് പേര് കൊടുക്കാം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ബിന്ദു രണ്ടാമത്തെ ബിന്ദു എന്ന് പറയേണ്ട കാര്യമില്ല. ഈ ഒരു ബിന്ദു മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എക്സ്, വൈ ആ രീതിയിൽ പേര് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എക്സ് കോർഡിനേറ്റ് എക്സ് എന്ന പേര്, വൈ കോർഡിനേറ്റിന് വൈ എന്ന പേര്. ഇനി നമുക്ക് ഈ അകലം, ഈ നീളം കണ്ടുപിടിച്ച് നോക്കാം. OA നീളം 10 സെന്റിമീറ്റർ കിട്ടുമോ നോക്കാം. നമ്മളോട് ആരത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. ആരത്തിന്റെ നീളം തന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഒ എ സ്ക്വയർ എടുത്താൽ മതി, റൂട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നോക്കിക്കേ, ഒ എ സ്ക്വയർ ആരത്തിന്റെ സ്ക്വയർ ഈക്വൽ ടു ആധാര ബിന്ദുവുമായിട്ടുള്ള അകലമാണല്ലോ, ആധാര ബിന്ദുവിൽ നിന്നുള്ള ദൂരം അതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് ഇടുന്നില്ല, റൂട്ട് ഇടേണ്ട കാര്യമില്ല. എന്താണ്? നമ്മൾ ഒ എ സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്, ഒ എയുടെ നീളം അല്ല കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് റൂട്ട് ഇടേണ്ട കാര്യമില്ല. ഈക്വൽ ടു എക്സ് എത്രയാണ്? 6. 6 സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്നത് 9. 9 സ്ക്വയർ ഈക്വൽ ടു 36 പ്ലസ് 81 ഈക്വൽ ടു 117. അപ്പൊ ഒ എ എത്രയായിരിക്കും കിട്ടുന്നത്? റൂട്ട് 117 അല്ലേ? റൂട്ട് 100 ആണ് 10 എന്ന് പറയുന്നത്. അപ്പൊ റൂട്ട് 117 എന്ന് പറയുന്നതോ എന്തായാലും 10ൽ കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ ഈ ബിന്ദു എ എന്ന് പറയുന്ന ബിന്ദു എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും, വൃത്തത്തിന് പുറത്തായിരിക്കും. കാരണം എന്താ? ഒ എ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും 10ന്റെ സ്ക്വയറിനേക്കാൾ വലുതാണ്. ഇത് 10ന്റെ സ്ക്വയറിനേക്കാളും വലുതാണ്. അതുകൊണ്ട് എ എന്ന ബിന്ദു വൃത്തത്തിന്റെ പുറത്താണ്. അടുത്ത നമുക്ക് രണ്ടാമത്തെ ബിന്ദു നോക്കാം. ബി 5, 9. ഇവിടെയും നമുക്ക് കോർഡിനേറ്റ്സിന് പേര് കൊടുക്കാം, എക്സ്, വൈ. ഇനി നമുക്ക് ഒ ബി സ്ക്വയർ കണ്ടുപിടിക്കാം. ഒ ബിയുടെ നീളം 10 ആണോ എന്ന് പരിശോധിക്കാം. ഒ ബിയുടെ നീളം 10 ആണെങ്കിൽ അത് ആരത്തിന് തുല്യമാണ്, അങ്ങനെയാണെങ്കിൽ വൃത്തത്തിലായിരിക്കും. നമുക്ക് നോക്കാം. ഒ ബി സ്ക്വയർ, ഒ ബി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി, റൂട്ട് എടുക്കേണ്ട കാര്യമില്ല ഇവിടെ. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്നത് 9 ഈക്വൽ ടു 25 പ്ലസ് 81 ഈക്വൽ ടു 106. അതും 100നേക്കാൾ വലുതാണ് അല്ലെ? അപ്പോൾ ഈ ബിന്ദുവും വൃത്തത്തിന് പുറത്തായിരിക്കും. ഗ്രേറ്റർ ദാൻ 100. 100 എന്ന് പറഞ്ഞാല് 10 സ്ക്വയർ അല്ലെ? ആരത്തിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ബി എന്ന ബിന്ദുവും വൃത്തത്തിന് പുറത്താണ്. അടുത്ത നമുക്ക് സി എന്ന ബിന്ദുവിനെ പരിശോധിക്കാം. സി 6, 8. ആദ്യം കോർഡിനേറ്റ്സിന് പേര് കൊടുക്കാം. ഒ സി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു 36 പ്ലസ് 64 ഈക്വൽ ടു 100. ഒ സി സ്ക്വയർ 100 എന്ന് കിട്ടിയല്ലോ. ഈക്വൽ ടു 10 സ്ക്വയർ. അപ്പൊ ഒ സിയുടെ നീളം എത്രയാണ്? 10 അല്ലേ കിട്ടിയത്? Therefore OC equal to 10. അപ്പൊ ആരത്തിന്റെ നീളം തന്നെ ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ സി എന്ന ബിന്ദു എവിടെയായിരിക്കും? വൃത്തത്തിൽ തന്നെ ഉള്ള ഒരു ബിന്ദു ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആര് നമുക്ക് 10 സെന്റിമീറ്റർ ആയിട്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് സി എന്ന ബിന്ദു മാത്രം വൃത്തത്തിൽ തന്നെ ഉള്ളതാണ്. അടുത്ത ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? ഈ വൃത്തത്തിലെ 8 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഒരെണ്ണം നമുക്കിപ്പോ കിട്ടിയല്ലോ. ഏതാണ്? സി എന്ന ബിന്ദുവാണ്. അതിന്റെ സൂചക സംഖ്യകൾ ഏതാണ്? സി 6, 8 അല്ലെ? ഒരെണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 7 എണ്ണം കൂടി കണ്ടുപിടിക്കണം. ഇതിനൊരു എളുപ്പമാർഗമുണ്ട്. ആധാര ബിന്ദു തന്നെയാണ് വൃത്തകേന്ദ്രമെങ്കിൽ നമുക്കൊരു എളുപ്പമാർഗമുണ്ട് ഇത് കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് അടുത്ത ബിന്ദുക്കൾ എഴുതാൻ. ഇത് 6, 8 അല്ലേ? അടുത്ത ഇത് തിരിച്ചെഴുതാം. 8, 6. ഇനി ഇതിന്റെ ഒരെണ്ണത്തിന്റെ സിമ്പൽ മാറ്റി കൊടുക്കുക. ഇത് രണ്ടും അതിസംഖ്യകളല്ലേ? അടുത്ത ഒരെണ്ണം ന്യൂനസംഖ്യയാക്കാം. നോക്കിക്കേ, -8, 6. ഇനി അടുത്തത് എന്താ? ആ സംഖ്യകൾ തിരിച്ചെഴുതാം. 6 - 8. അടുത്ത ഇനി എന്ത് വേണം? 6ന് മൈനസ് സിമ്പൽ കൊടുക്കാം. 8 - 6. ഇനി എന്താ? ആ സംഖ്യകൾ തിരിച്ചെഴുതുക. -6, 8. ഇപ്പൊ എത്ര എണ്ണം ആയിട്ടുണ്ട്? 1, 2, 3, 4, 5, 6. ഇനി 2 എണ്ണം കൂടെ വേണം അല്ലേ? അപ്പൊ എന്താ? 2നും മൈനസ് കൊടുക്കാം. -8, -6. ഇനി ഈ നമ്പേഴ്സ് തിരിച്ചെഴുതുക. -6, -8. ഇപ്പൊ നമുക്ക് 8 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കിട്ടിയല്ലോ. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആധാര ബിന്ദു തന്നെ ആയിരിക്കണം വൃത്തകേന്ദ്രം.
അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കിട്ടിയാൽ മതി, നമുക്ക് ബാക്കി 7 എണ്ണം കൂടി പെട്ടെന്ന് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൃത്തകേന്ദ്രം 1 1 ആരം √2 സെന്റിമീറ്ററുമായ വൃത്തം. ഈ വൃത്തം x അക്ഷത്തെ, ഈ വൃത്തത്തിലെ ഏതോ ബിന്ദുക്കൾ x അക്ഷത്തെ ഖണ്ഡിച്ചു പോകുന്നുണ്ട്. അതേപോലെ ഇതേ വൃത്തം y അക്ഷത്തെയും ഖണ്ഡിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ x അക്ഷത്തെ ഖണ്ഡിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ, അതേപോലെ y അക്ഷത്തെ ഖണ്ഡിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ അവ കണ്ടുപിടിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇത് വൃത്തകേന്ദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒറിജിൻ അല്ല, ആധാരബിന്ദു അല്ല. ആധാരബിന്ദുവും വൃത്തകേന്ദ്രവുമായിട്ട് തെറ്റിപ്പോകരുത്. ഇത് വൃത്തകേന്ദ്രം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആധാരബിന്ദു ആണ് വൃത്തകേന്ദ്രം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും O എന്ന പേര് കൊടുക്കണ്ട. ആധാരബിന്ദു അല്ല വൃത്തകേന്ദ്രം എന്നുണ്ടെങ്കിൽ അവിടെ O എന്ന പേര് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നമുക്ക് സെന്റർ എന്നുള്ളതിന്റെ C എന്ന പേര് കൊടുക്കാം. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ വൃത്തം x അക്ഷത്തെ ഖണ്ഡിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അക്ഷങ്ങൾ വേറെ എവിടെയോ ആണ്, ഇതിന്റെ അക്ഷങ്ങൾ വേറൊരു ഭാഗത്താണ്. x അക്ഷത്തിലെ ഏത് ബിന്ദുവിന്റെയും പ്രത്യേകത എന്താണ്? അതിന്റെ y സൂചക സംഖ്യ 0 ആയിരിക്കും. C എന്ന ബിന്ദു വൃത്തകേന്ദ്രം, C വൃത്തകേന്ദ്രമാണ്, 1 1 ആണ് അതിന്റെ സൂചക സംഖ്യകൾ. ഇനി ഈ വൃത്തം x അക്ഷത്തെ ഖണ്ഡിക്കുന്ന ബിന്ദു, അതിന്റെ സൂചക സംഖ്യകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ സൂചക സംഖ്യകളുടെ പ്രത്യേകത എന്താ? x അക്ഷമല്ലേ, x അക്ഷമായതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ അതിന്റെ സൂചക സംഖ്യയുടെ പേര് നമുക്ക് എഴുതാൻ പറ്റുന്നത് x0. y കോർഡിനേറ്റ് 0 ആണല്ലോ, അപ്പൊ അവിടെ 0 എന്ന് എഴുതുക. x കോർഡിനേറ്റ് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഈ പോയിന്റിന് ഒരു പേര് കൊടുക്കാം. ഇവിടെ a എന്ന് പേര് കൊടുക്കാം. C വൃത്തകേന്ദ്രമല്ലേ, A എന്നുള്ളത് വൃത്തത്തിലെ ഒരു ബിന്ദു. അപ്പം എയും സിയും തമ്മിലുള്ള അകലം എന്താണ്? ആരമായിരിക്കുമല്ലോ. ആരം എത്രയാണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് AC ഒന്ന് കണ്ടുപിടിക്കാം. AC-യുടെ നീളം കണ്ടുപിടിച്ചാൽ നമുക്ക് √2 അല്ലേ കിട്ടുള്ളൂ. നമുക്ക് AC-യുടെ നീളം √2. AC-യുടെ നീളം കണ്ടുപിടിക്കാം. A x0 C 1 1. സൂചക സംഖ്യകൾക്ക് പേര് കൊടുക്കാം. x1 y1 x2 y2. AC-യുടെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? AC ഈക്വൽ ടു √x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √x1 എത്രയാണ്? x ആണ്, നമുക്കത് കണ്ടുപിടിക്കേണ്ടതാണ്. x എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. x മൈനസ് x2 ഇവിടെ 1 ആണ്, 1 ഹോൾ സ്ക്വയർ പ്ലസ് y1 എത്രയാണ്? 0. 0 മൈനസ് 1, അത് മൈനസ് 1 ആണല്ലോ, മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു √x മൈനസ് 1 ഹോൾ സ്ക്വയർ എന്താണ്? x സ്ക്വയർ പ്ലസ് 1 മൈനസ് 2x പ്ലസ് മൈനസ് 1ന്റെ സ്ക്വയർ 1 ഈക്വൽ ടു നോക്കിക്കേ, x സ്ക്വയർ മൈനസ് 2x, 1ഉം ഈ 1ഉം കൂടി പ്ലസ് 2. ഇതാണല്ലോ AC-യുടെ നീളം നമുക്ക് കിട്ടിയത്. AC-യുടെ നീളം പക്ഷേ എത്രയാണ്? √2 ആണ്. അത് നമുക്ക് നേരത്തെ തന്നിരിക്കുന്നതാണ്. അപ്പൊ ഈ കിട്ടിയതും √2 തുല്യമാണെന്ന് എഴുതാമല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് കളഞ്ഞിട്ടൊക്കെ എഴുതാം. ഇത് റൂട്ട് ഇടേണ്ട കാര്യമില്ല, രണ്ട് വശത്തും റൂട്ടില്ലേ. ഇതും റൂട്ടിലാണ്, ഇതും റൂട്ടിനകത്താണ്. അപ്പൊ നമുക്ക് റൂട്ട് ഇടേണ്ട കാര്യമില്ല. നോക്കിക്കേ, x സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. രണ്ട് സൈഡിൽ നമ്മൾ റൂട്ട് ഇടുന്നില്ല, അപ്പൊ ഇവിടെ 2 കിട്ടും. ഇതിൽ നമുക്ക് എന്താ കിട്ടുന്നത്? x സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു, ഈ 2 കൂടി മറു സൈഡിലേക്ക് കൊണ്ടുപോകാം, വലതുവശത്തേക്ക് കൊണ്ടുപോയാല് മൈനസ് 2 ആകും. 2 മൈനസ് 2 എത്രയാണ്? 0. അപ്പൊ ഇവിടെ ഈക്വൽ ടു 0 എന്ന് കിട്ടി.
ഈ രണ്ടിടത്തു നിന്ന് എക്സ് നമുക്ക് കോമൺ എടുക്കാം. എക്സ് ഇൻറ്റു ഇവിടുന്ന് എക്സ് എടുത്താല് ബാക്കി എക്സ് മൈനസ് ഇവിടുന്ന് നമ്മൾ എക്സ് കോമൺ എടുത്തു, ബാക്കി -2 ഈക്വൽ ടു 0. ഇതിന്റെ അർത്ഥം എന്താ? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാല് ഇതിൽ രണ്ടിൽ ഏതോ ഒരെണ്ണം പൂജ്യമാണെന്നല്ലേ? ഒന്നുകിൽ എക്സ് പൂജ്യമാണ്, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 പൂജ്യമാണ്. രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിൽ ഏതോ ഒരെണ്ണം പൂജ്യമായിരിക്കുമെന്നല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഒന്ന് എക്സ്, ഒന്ന് എക്സ് മൈനസ് 2. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് പൂജ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം പൂജ്യമായിരിക്കുമല്ലോ, എങ്കിലല്ലേ ഇവിടെ പൂജ്യം കിട്ടുള്ളൂ. അപ്പൊ നോക്കിക്കേ, ഒന്നുകിൽ എക്സ് പൂജ്യമായിരിക്കും, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 പൂജ്യമായിരിക്കും. ഒന്നുകിൽ എക്സ് പൂജ്യമാണ്, അല്ലെങ്കിൽ എന്താണ്? എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു 2. ഇനി നോക്കിക്കേ, ആ വൃത്തം എക്സ് ആക്സിസിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ സൂചക സംഖ്യ നമ്മൾ കൊടുത്തത് എങ്ങനെയാ? എക്സ് 0. അപ്പൊ രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു. എക്സ് ആക്സിസിലെ രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു. എക്സ് ആക്സിസിലെ രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു. അത് ഏതൊക്കെയാ? നോക്കിക്കേ, എക്സ് 0 എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. ഇപ്പൊ നമുക്ക് കിട്ടിയതോ ഏതൊക്കെ ബിന്ദുക്കളാണ്? എക്സിന് പകരം ഈ 0 ഇട്ടാല് 0 0 എന്നുള്ള ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. എന്ന് വെച്ചാൽ അത് ഒറിജിൻ തന്നെയാണ്. ആധാര ബിന്ദുവിലൂടെ ആ വൃത്തം കടന്നു പോകുന്നുണ്ട്. പിന്നെ ഏത് ബിന്ദുവിലൂടെയാണ്? എക്സിന് പകരം 2 0 എന്നുള്ള ബിന്ദുവിലൂടെയും കടന്നു പോകുന്നു. അപ്പൊ എക്സ് അക്ഷത്തിലെ ഈ രണ്ട് ബിന്ദുക്കളിലൂടെയാണ് ആ വൃത്തം കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ വൃത്തം y ആക്സിസിലൂടെ കടന്നു പോകുന്ന ബിന്ദുക്കൾ. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ? ഏതാണ്? എക്സ് ആക്സിസിലൂടെ കടന്നു പോകുന്നത്. ഒരു പേര് കൊടുത്തു, x0. ഇനി y ആക്സിസിലൂടെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന് ബിന്ദുക്കളുടെ സൂചക സംഖ്യയുടെ പ്രത്യേകത എന്താണ്? എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? വേറൊരു പേര് കൊടുക്കാം, ബി. ഇതിന്റെ സൂചക സംഖ്യയുടെ പ്രത്യേകത എന്താണ്? y ആക്സിസ് ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് 0. അപ്പൊ ഇവിടെ 0 ആണ്. ഇനി നമുക്ക് y കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതിനൊരു പേര് കൊടുക്കാം, y. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം ആരമായിരിക്കുമല്ലോ. ബി സിയുടെ നീളം എന്താ? ആരമായിരിക്കുമല്ലോ. ബി സി ഈക്വൽ ടു √2. നേരത്തെ ചെയ്തതുപോലെ ബി സി സ്ക്വയർ കണ്ടുപിടിക്കാമല്ലോ. അതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചില്ലേ? അതേപോലെ ഇതിൽ നിന്നും വൈയുടെ വാല്യൂ കിട്ടും. അത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കൂ.